നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ. തനിക്കറിയാവുന്ന വിവരങ്ങൾ പ്രകാരം ദിലീപ് കുറ്റക്കാരനാണെന്ന് ശ്രീലക്ഷ്മി അറയ്ക്കൽ പറയുന്നു. മൈൻഡ്സ്കേപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ദിലീപ് കുറ്റക്കാരനാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദിലീപിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പണ്ട് ദിലീപിൻ്റെയും കാവ്യ മാധവൻ്റെയും ആൽബം വരെയുള്ള ആളായിരുന്നു ഞാൻ. ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുമൊക്കെയായി ഞാൻ ക്ലോസാണ്. അവരൊക്കെ പറഞ്ഞും മറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അതിജീവിതയുമായി നേരിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും അതിജീവിതയുടെ സഹോദരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി ദിലീപ് തെറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ അത്രയും കഴിവുള്ള മഞ്ജു വാര്യരെ വീട്ടിലിരുത്തിയില്ലേ? അത് തന്നെ എന്തു മോശമാണ്. ദിലീപ് മഞ്ജു വാര്യരെ വീട്ടിലിരുത്തിയില്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഇംഗ്ലീഷിൽ വരെ പോയി അഭിനയിച്ചേനെ. ഏഞ്ചലീന ജോളിയെപ്പോലെയായേനെ. അത്രയും കഴിവുള്ള ആളായിരുന്നു. മലയാളത്തിന് എന്ത് നല്ല പ്രതിഭയെയാണ് നഷ്ടപ്പെട്ടത്. ദിലീപ് പറഞ്ഞത് മഞ്ജുവിന് പുറത്തേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ്. പക്ഷേ അതൊന്നുമല്ല സത്യം. അവർക്ക് താല്പര്യമുണ്ടായിരുന്നിട്ടും പുറത്തേക്ക് വിടാതിരുന്നതാണെന്നും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞു. ദിലീപിനെതിരെ നേരത്തെയും ശ്രീലക്ഷ്മി അറയ്ക്കൽ സംസാരിച്ചിട്ടുണ്ട്. ദിലീപ് കുറ്റവിമുക്തൻ ആണെന്ന് വിധി വന്നതിന് ശേഷം താരങ്ങളുടെ പ്രതികരണം ഞാൻ കേൾക്കുകയായിരുന്നു. ആസിഫ് അലി, രഞ്ജി പണിക്കർ, ആസിഫ് ഒക്കെ കൃത്യമായി ഈ വിഷയത്തെപ്പറ്റി ബോധ്യമുള്ള ആളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിജീവിതയുടെ സുഹൃത്താണ് അയാൾ. പക്ഷേ അയാളും ഒരു ന്യൂട്രൽ മറുപടിയാണ് നൽകുന്നത്. രഞ്ജി പണിക്കരും അങ്ങനെ തന്നെ ന്യൂട്രൽ നിലപാടാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായ കാര്യം, ദിലീപ് കുറ്റവിമുക്തനായതിനു ശേഷം പല താരങ്ങൾക്കും ഒരു പേടിയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായി ഒരു സ്റ്റാൻഡിൽ നിൽക്കാത്തത്. ദിലീപിന് എതിരെ പറഞ്ഞാൽ നല്ല പണി വരും എന്ന ബോധം ആയിരിക്കും ഇങ്ങനെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകം. എല്ലാവരും അവരവരുടെ ജോലിക്കും നിലനിൽപ്പിനും മുൻതൂക്കം നൽകുന്നത് തെറ്റാണ് എന്ന് പറയാനും പറ്റില്ല. ഇതിൽ തന്നെ കുറച്ച് ആൾക്കാർ ബോൾഡായി അവൾക്കൊപ്പം എന്ന ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് എന്നതും ഒരു പോസിറ്റീവ് മാറ്റമാണ് എന്നും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറയുന്നു.